ഹലോ ഫ്രണ്ട്സ്, ജുവൽ പോൾ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അതായത് നമ്മൾ ഞായറാഴ്ച നൊയമ്പായതുകൊണ്ട് നമുക്ക് മുട്ട റോസ്റ്റാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സബോള അരിഞ്ഞാലോ. ഇത്ര സ്പീഡൊന്നും ഇല്ല കേട്ടോ. ഇത് നമ്മൾ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടാണ് കാരണം കൊണ്ടാണ് കേട്ടോ ഇത്ര സ്പീഡിൽ കാണിക്കുന്നത്. അപ്പോൾ ഞാനൊരു 6 കുഞ്ഞ് സബോളയാണ് അത് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ വേണ്ട ഐറ്റംസാണ് ഇതൊക്കെ. നമുക്ക് തക്കാളി വേണം, സബോള വേണം, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, അതുപോലെ തന്നെ കുറച്ച് മല്ലിയില. ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. വേപ്പിൻ്റെ ഇലയൊക്കെ വേണേ. നമ്മളൊരു 6 മുട്ടയാണ് പുഴുങ്ങാൻ വെച്ചേക്കുന്നത്. അതിൽ കല്ലുപ്പിട്ടിട്ടാണ് പുഴുങ്ങണത് കേട്ടോ. വേഗം പുഴുങ്ങും, പിന്നെ പൊളിഞ്ഞ് പോവില്ല എന്നൊക്കെയാണ് പറയുക. അപ്പം നമ്മളത് അങ്ങനെ തന്നെ ചെയ്യാൻ ഉദ്ദേശിച്ചു. നല്ല രീതിയിൽ തിളയ്ക്കുന്നുണ്ട് നമ്മുടെ മുട്ട. അതുപോലെ തന്നെ സബോളയും നല്ല രീതിയിൽ വാടുന്നുണ്ട്. അപ്പോൾ സബോള നല്ലോണം വാടണം. അപ്പോൾ നമുക്ക് ഇതിൽ വെള്ളമൊന്നും ചേർക്കാണ്ട് ഡ്രൈ ആയിട്ട് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതേ ഒരുവിധം വാടി വന്നപ്പോൾ നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വെള്ളം ചേർക്കാണ്ട് ഉണ്ടാക്കണം എന്നാണ് ഓർഡർ. അപ്പോൾ അതുപോലെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നല്ല രീതിയിലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇതിന് വേണ്ടത് നല്ല ക്ഷമയാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ഡ്രൈ ആയിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊരു വിധം മൂപ്പായപ്പോൾ വേപ്പിൻ്റെ ഇല ഇട്ടിട്ടുണ്ട്. അപ്പോൾ വേപ്പിൻ്റെ ഇലയും നല്ല രീതിയിൽ വേപ്പിൻ്റെ ഇല ഈ സബോളയുടെ കൂടെ നല്ല രീതിയിൽ മൂക്കണം. അപ്പോൾ കുറച്ച് നല്ല രീതിയിൽ മൂത്ത് വന്നപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ടിട്ടുണ്ട്. നല്ലാണ്ട് പേസ്റ്റ് ആക്കരുത്, ജസ്റ്റ് ക്രഷ് ചെയ്തതാണത്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് നല്ലോണം മൂപ്പിക്കണം. അപ്പോൾ അതിൻ്റെ മൂത്ത മണം വരുമ്പോൾ ശരിക്കും അറിയാൻ പറ്റും നമുക്ക് ഇത് മണം മാറിയിട്ടുണ്ട്. ശരിക്കും ചിക്കനൊക്കെ റോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, ബ്ലാക്ക് കളറിൽ എടുക്കുമ്പോൾ അതേ രീതിയിൽ വേണം ഈ ഒരു വെളുത്തുള്ളിയും ഇഞ്ചിയും എടുക്കാനായിട്ട്. അപ്പം നമ്മുടെ മുട്ട സമയം കൊണ്ട് നല്ല രീതിയിലാവുന്നുണ്ട്. അപ്പോൾ ഇതേ കണ്ടില്ലേ, എന്തോരം സബോള ഉണ്ടായിരുന്നാലേ കുറച്ചായി ഇത് കണ്ട. നല്ല രീതിയിൽ സബോള ഉണ്ടായി, അത് തന്നെയാണ് മുട്ട റോസ്റ്റിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുപോലെ കണ്ടില്ല, നല്ല ബ്രൗൺ കളർ ആവണ വരെ നമ്മൾ അത് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. നല്ല ക്ഷമ വേണം. ക്ഷമയില്ലാത്തവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല മുട്ട റോസ്റ്റ്, അതുപോലെ ചിക്കൻ റോസ്റ്റ്, എന്ത് റോസ്റ്റ് ആയാലും ചെറിയൊരു കളർ ചേഞ്ച് ആകുമ്പോഴേക്കും എല്ലാവരും അത് വേഗം തന്നെ പൊടിയിടാറാണ് പതിവ്. ക്ഷമയില്ലാത്തതുകൊണ്ടാണേ. പക്ഷെ നമ്മളിത് ഇങ്ങനെ പിടിച്ച് നിന്നിട്ട് തന്നെ ചെയ്യണം. എന്നാൽ അത് തന്നെയാണ് നമുക്ക് നല്ല രീതിയിൽ നല്ല ടേസ്റ്റിലുള്ള മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. തൃശ്ശൂർ സ്റ്റൈലിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നമ്മളിങ്ങനെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ നമ്മുടെ അതൊക്കെ മൂത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ 2 സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ടേക്കണത്. അത് കഴിഞ്ഞപ്പോൾ മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ഇടാം. അപ്പോൾ നമ്മുടെ എരിവുള്ളത് കൊണ്ട് തന്നെ ഒരു 1.5 സ്പൂൺ മുളക് പൊടിയാണ് ഇട്ടേക്കണത്. അത് നല്ലോണം മൂക്കട്ടെ. നല്ലോണം മൂത്ത് വരുന്നുണ്ട്. അപ്പോൾ കളർ ചേഞ്ച് ആയി. അപ്പോൾ നമുക്കൊരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി നല്ല രീതിയിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതും ഒന്ന് മൂക്കണം. പൊടികൾ ഇട്ടിട്ടും നല്ല രീതിയിലൊന്ന് മൂത്താൽ തന്നെയാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ അതിലേക്ക് ഇടാൻ പോകുന്നത് കുരുമുളക് പൊടിയാണ്. ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി ഇട്ടു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഗരം മസാലയാണ്. അത് ഒരു വലിയ സ്പൂൺ ഗരം മസാല പൊടിച്ചിട്ടിട്ടുണ്ട്. നമുക്കതൊക്കെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. എന്നാൽ അത് തന്നെയാണ് ആ കളർ ചേഞ്ച് അങ്ങനെ ആവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ലാസ്റ്റ് ഇടാനുള്ളതാണ് നമ്മുടെ തക്കാളി. അത് ഒരു 2 തക്കാളി എടുത്തിട്ടുണ്ട് നമ്മൾ. 2 തക്കാളി തന്നെ വേണം, എന്നാൽ തന്നെയാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. തക്കാളി നല്ല രീതിയിൽ നമ്മുടെ മസാലയുടെ കൂടെ ചേരണം. നല്ല രീതിയിൽ തന്നെ ചേരണം. അല്ലാണ്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ആക്കിയിട്ട് കാര്യമില്ല. നല്ല രീതിയിൽ തന്നെ അത് ചേർന്ന് നല്ല ഉടഞ്ഞ് വരുന്ന സമയം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു സെക്കൻഡ് മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 1/2 ഗ്ലാസ് വെള്ളം, അതേ പാടുള്ളൂ, അതിന് കൂടുതൽ ഒഴിക്കരുത്. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റ്. ഈ 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മസാല നോക്കിയേ. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ 1 സ്പൂൺ നമ്മുടെ ഉപ്പിട്ടത്. കാരണം അവസാനം തന്നെയാണ് ഉപ്പിടാറ് ഞങ്ങൾ. എന്നിട്ട് ഉപ്പിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്യണം. നമ്മുടെ ആ ഒരു സബോളയും അതുപോലെ തന്നെ തക്കാളിയും എല്ലാം മിക്സാണ്. ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ മല്ലിയുടെ ഇല ഇട്ടത്. മല്ലിയില ആദ്യം അവസാനം തന്നെ ഇടുക. അതുപോലെ തന്നെ ഒരു ചെറിയ കാർക്ക് നമ്മുടെ വിനാഗിരിയും കൂടി ഒഴിക്കണം. എന്നാലാണ് നമ്മുടെ ആ ഒരു ടേസ്റ്റ് വരുള്ളൂ. ഈ ഒരു ടേസ്റ്റ് ഒരു പ്രത്യേക രസമാണ്. അതായത് വിനാഗിരിയുടെ പുളിയും അതുപോലെ തക്കാളിയുടെ പുളിയും കൂടി ചേരുമ്പോൾ ഒരു പ്രത്യേകതരം ടേസ്റ്റാണ് മുട്ട റോസ്റ്റിന് വരിക.
അതാണ് നമ്മുടെ പ്രത്യേകം ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർത്തിട്ടുള്ളതെന്ന് പറയാം. അത് കഴിഞ്ഞ് നമ്മുടെ മുട്ടയിട്ടിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഇതാണ് നമ്മുടെ തൃശ്ശൂർ സ്റ്റൈലിലുള്ള മുട്ട റോസ്റ്റ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കണം. വീണ്ടും പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.